പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞത് സ്റ്റേറ്റ് പാർട്ടിയെക്കുറിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ 3 പാർട്ടികളെക്കുറിച്ച് പഠിച്ചു. പ്രധാനമായിട്ടും വേറെ കുറേ പഠിച്ചു, പക്ഷേ പ്രധാനമായിട്ടും നാഷണൽ പാർട്ടീസ്, അതിന് തന്നെ ഓൾ ഇന്ത്യ പാർട്ടീസ് എന്ന് പറയും, പിന്നെ റീജിയണൽ പാർട്ടീസ്, ദെൻ സ്റ്റേറ്റ് പാർട്ടീസ്. ഇനി നമുക്ക് പറയാനുള്ളത് റീജിയണലിസം ത്രെട്ട് ഓർ സ്ട്രെങ്തൻ, റീജിയണലിസം ത്രെട്ട് ഓർ സ്ട്രെങ്ത് ഓഫ് ഡെമോക്രസി. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശക്തിപ്പെടുത്തുകയാണോ അതോ ഭീഷണിപ്പെടുത്തുകയാണോ പ്രാദേശികവാദം എന്നുള്ള ഒരു ഹെഡിങ് ആണ്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ഇയറുകളിലും ചോദിക്കപ്പെട്ട ഒരു ഏരിയയാണ്. അപ്പോൾ പല പ്രാവശ്യം ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രത്യേക പ്രദേശത്ത് അധിവസിക്കുന്ന ജനങ്ങൾക്ക് ആ പ്രദേശത്തോട് തോന്നുന്ന അമിതമായ സ്നേഹത്തെയാണ് പ്രാദേശികവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഒരു പ്രത്യേക പ്രദേശത്ത് അധിവസിക്കുന്ന ജനങ്ങൾക്ക് ആ പ്രദേശത്തോട് തോന്നുന്ന അമിതമായ സ്നേഹത്തെ പ്രാദേശികവാദം എന്ന് വിളിക്കാം. തങ്ങളുടെ രാഷ്ട്രത്തെക്കാൾ ആ പ്രദേശത്തോടും സംസ്കാരത്തോടും ആ പ്രദേശത്തെ സംസ്കാരത്തോടും ഭാഷയോടും ജനങ്ങളോടും തോന്നുന്ന അമിതമായ കൂറ്, സ്നേഹം, ഇവയൊക്കെയാണ് നമുക്ക് പ്രാദേശികവാദങ്ങൾ പരിഗണിക്കുന്ന കാര്യങ്ങളായിട്ട് കൂട്ടുന്നത്. 2 types ഓഫ് പ്രാദേശികവാദങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വി ക്യാൻ സീ 2 types ഓഫ് റീജിയനിസം. ഫസ്റ്റ് വൺ ഈസ് നെഗറ്റീവ് റീജിയനിസം, അനദർ വൺ ഈസ് പോസിറ്റീവ് റീജിയനിസം. എന്താണ് പോസിറ്റീവ് റീജിയനിസം എന്ന് നമുക്ക് നോക്കാം. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി ആ പ്രദേശത്തെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു. ഇതിനെയാണ് പോസിറ്റീവായിട്ട്. ഇവർക്ക് മറ്റു പ്രദേശത്തോട് അല്ലെങ്കിൽ മറ്റു പ്രദേശത്തോടോ മറ്റു പ്രദേശ ജനങ്ങളോടോ പ്രത്യേകമായ വിരോധമോ ദേഷ്യമോ വിദ്വേഷമോ ഒന്നും ഉണ്ടാവില്ല. ഈ വാദം സത്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും. അപ്പോൾ വി ക്യാൻ സേ വെദർ ദ റീജിയനിസം strengthen or become threat to the democracy എന്ന് ചോദിച്ചാൽ we can simply answer positive regionalism will support or will strengthen the democracy എന്ന് നമ്മൾ ആൻസർ ചെയ്തേണ്ടത്. പോസിറ്റീവ് ആയ റീജിയനിസം ആണെങ്കിൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും, സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ വാദം, ഈ പോസിറ്റീവ് ആയ ഈ റീജിയനിസം തീർച്ചയായിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് നമുക്ക് പറയാം. അവരുടെ നാട്ടിന് എങ്ങനെയാണ് വരിക? അവരവരുടെ നാട്ടിനെ വികസിപ്പിക്കുന്നു. പ്രാദേശികവാദം ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമോ എന്ന ചോദ്യത്തിന് നമ്മൾ പറയേണ്ടത് യെസ്. ആൻസർ പോസിറ്റീവ് റീജിയനിസം ആണെങ്കിൽ അതെന്ത് ചെയ്യും? ചോദ്യം പലപ്പോഴും വരുന്ന ചോദ്യമാണ്, വെദർ ദ റീജിയനിസം വിൽ സപ്പോർട്ട് ഓർ വിൽ സ്ട്രെങ്തൻ ദ ഇന്ത്യൻ ഡെമോക്രസി. നിങ്ങൾ ആൻസർ ചെയ്തണം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് നെഗറ്റീവ് റീജിയനിസം. നെഗറ്റീവ് റീജിയനിസം എന്താണ്? നെഗറ്റീവ് റീജിയനിസം ഒരു വിഭാഗം ജനങ്ങൾക്ക് തങ്ങളുടെ പ്രദേശത്തോട് അമിതമായ താല്പര്യവും സ്നേഹവും ഉണ്ടാവുകയും രാജ്യത്തിനുപരിയായി തങ്ങളുടെ പ്രദേശത്തെ ഗണിക്കുകയും തങ്ങളുടെ പ്രദേശം മറ്റു പ്രദേശങ്ങൾ മാത്രമാണെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇറ്റ് ഈസ് എ ത്രെറ്റ് ഫോർ ഡെമോക്രസി. അപ്പോൾ രാഷ്ട്രത്തേക്കാൾ നമ്മളുടെ റീജിയൻ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഗണിക്കാൻ പാടില്ല. നമ്മളൊരു യുണൈറ്റഡ് ഫെഡറൽ ഇന്ത്യയിലാണ്. അപ്പോൾ നമുക്ക് രാഷ്ട്രമാണ് ഏറ്റവും വലുത്. അപ്പോൾ നമ്മളുടെ ജനതയോട് മാത്രം മറ്റുള്ളവരുടെ വിദ്വേഷം അതും രാഷ്ട്രത്തിൻ്റെ തകർച്ചയിലേക്ക് കാരണമാക്കും. അപ്പോൾ ഇതിലൂടെ ഇന്ത്യയുടെ ഐക്യത്തിനും ഇന്ത്യയുടെ അഖണ്ഡതക്കും ഇന്ത്യയുടെ ഡെമോക്രസിക്കും ഒക്കെ ഭീഷണി. വി ക്യാൻ സേ ദിസ് ടൈപ്പ് ഓഫ് ദാറ്റ് മീൻസ് ദ നെഗറ്റീവ് റീജിയനിസം ഈസ് ത്രെറ്റ് ഫോർ ദ യൂണിറ്റി ആൻഡ് ദ unanimous India and to the democracy of India. ഇന്ത്യയുടെ ജനാധിപത്യത്തിനും ഇന്ത്യയുടെ ഐക്യത്തിനും യൂണിറ്റിക്കും ഇന്ത്യയുടെ ഹാർമണിക്കുമൊക്കെ ഉള്ള ഒരു ത്രെട്ടാണ്, ഭീഷണിയാണ്. ഇതിലൂടെ ഉണ്ടാകുന്ന പ്രവണത എന്തെല്ലാമായിരിക്കും? ഫ്രം ദീസ് വിൽ ഹാപ്പൻ സോ മെനി വെരി ബാഡ് ടൈപ്സ് ഓഫ് പ്രോസസ്. വളരെ മോശമായ പ്രവണതകൾ ഉണ്ടാകും. ഒന്ന് വിഘടനവാദം, നമുക്ക് കാണാം ഖലിസ്ഥാൻ വാദം, അല്ലെങ്കിൽ സ്വന്തം ദേശമാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സ്വന്തമായി ഒരു രാഷ്ട്രം ഉണ്ടാക്കി തരേ. ഇപ്പോൾ കേരളക്കാരെല്ലാവരും ഞങ്ങൾക്കൊരു രാഷ്ട്രം ഉണ്ടാക്കി തരണം എന്ന് വാദിക്കുന്ന അവസ്ഥയിലേക്ക് വരും. കണ്ടോ? അപ്പോൾ വിഘടനവാദം ഇതുകൊണ്ട് വരും. സെക്കൻഡ് വൺ, പ്രത്യേക സ്വയംഭരണ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യം. അങ്ങനെയാണ് നമ്മളെ തെലുങ്കാന ഉണ്ടായത് അല്ലേ? ആദ്യം AP ആയിരുന്നു, ആന്ധ്രാപ്രദേശ്. ഇപ്പോൾ തെലുങ്കാനയും ഹൈദരാബാദായി മാറിയില്ലേ? അപ്പോൾ
അപ്പോൾ ഇങ്ങനെ ഉണ്ടായിത്തീരും. അതുപോലെ തന്നെ പുതിയ സംസ്ഥാനങ്ങൾക്കുള്ള ആവശ്യങ്ങളുണ്ടാകും. ഈ റീജിയണലിസം, നെഗറ്റീവ് റീജിയണലിസം കൂടുമ്പോൾ പുതിയ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യം ഉണ്ടാകും. മണ്ണിൻ്റെ മക്കൾ വാദം വരും. അതായത് സൺ ഓഫ് സോയിൽ, ആ വാദങ്ങൾ ഉണ്ടായിത്തീരും. മഹാരാഷ്ട്രയിൽ മറാഠി പീപ്പിൾസ് നടത്തിയ ഈ സംഭവങ്ങളൊക്കെ ഈ സംഗതിയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീജിയണലിസം ത്രെറ്റ് ഓർ സ്ട്രെങ്തനിങ് ദ ഡെമോക്രസി. ഇത്രയുമാണ് ഈ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് മറ്റു പോർഷന് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് വരാം. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയകളാണ് ഞാൻ ക്വസ്റ്റ്യനായിട്ട് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു വിജയം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.